എന്താ മോനെ, ലാലേട്ടൻ്റെ തുടക്കത്തിൻ്റെ എന്തായാലും ഫൈറ്റ് എന്തായാലും ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. ലാലേട്ടനെ ലാസ്റ്റ് സീൻ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. നല്ല പക്ക ഒരു മാസ് എൻ്റർടൈനർ തന്നെയായിരിക്കും തുടക്കം. പിന്നെ ഈ പടത്തിൻ്റെ ഡയറക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ജൂഡ് ആൻ്റണിയാണ്. 2018 എന്ന മൂവി നമുക്ക് തന്ന ആ ഒരു ഷോക്കിങ് ഇതുവരെ മാറിയിട്ടില്ല. ഒരു ഹോളിവുഡ് ലെവലിൽ വിഷ്വലി നമുക്ക് തന്നിട്ടുള്ളൊരു ട്രീറ്റായിരുന്നു 2018. പിന്നെ ടെക്നിക്കലി ഇത് ഒന്നും നോക്കണ്ട. കാര്യം എന്താ വെച്ചാൽ ഇതിൽ എഡിറ്റർ ചമൻ ചാക്കയാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറ 3 പേരാണ് ഇത് ക്യാമറ ഇതിൽ കൈകാര്യം ചെയ്യണത്. എന്തായാലും ഒരു പക്ക ഫൈറ്റ് പടമായിരിക്കും, മാർഷൽ ആർട്സൊക്കെ ആയിട്ടുള്ള ഒരു പടമായിരിക്കും ഇത്. ലാലേട്ടൻ്റെ ഒരു സീനോട് കൂടിയിട്ടാണ് ഈ ട്രെയിലർ അവസാനിക്കുന്നത്. ഒരു ഗസ്റ്റ് റോൾ തന്നെയായിരിക്കും. എന്തായാലും പടം എന്തായാലും തകർക്കാൻ സാധ്യതയുണ്ട്. ഒരു ത്രില്ലർ മൂവി ആയിട്ടാണ് ട്രെയിലർ കണ്ടിട്ട് തോന്നിയത്. ഇതിൽ ആൻ്റണി പെരുമാറിൻ്റെ മകനും ഒരു റോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ട്രെയിലറിൽ അങ്ങനെ ഇതായിട്ടൊന്നും കാര്യമായിട്ട് കാണിക്കുന്നില്ല. ഇതിൽ കാണിക്കുന്നത് വെച്ചാൽ ഒരു ഫാമിലി ഡ്രാമ, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന പ്രശ്നങ്ങളാണ് ഈ പടം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ ട്രെയിലറിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇത് എന്തായാലും ഒരു പക്ക ഒരു ആക്ഷൻ ഫാമിലി ഡ്രാമ ആയിരിക്കും, അത് ഉറപ്പാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ലാലേട്ടൻ്റെ ഒരു പക്ക ഒരു കിക്കിന് വേണ്ടി. കാരണം വെച്ചാൽ ഇതെന്തായാലും ടെക്നിക്കലി അത്രയും ടോപ്പ് മൂവി തന്നെ ആയിരിക്കും. അതായത് അതും ലാലേട്ടൻ്റെ മകളാണ്. അപ്പോൾ അത് ഇത്രയും കാലത്തിന് ശേഷം ഇത്രയും ടൈം ഉണ്ടായിട്ട് ഇതുവരെ അവരൊരു എൻട്രി ഇല്ലാണ്ട് അവസാനം ഒരു നല്ലൊരു പടത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പടം അവർ ചെയ്തത്. അപ്പോൾ എന്തായാലും ടെക്നിക്കലി അത്രയും ഒരു നമുക്ക് എടുത്ത് പറയാവുന്ന രീതിയിലുള്ള ഒരു പടം തന്നെയായിരിക്കും ഇത്. അത്രയും നല്ല ടെക്നീഷ്യന്മാരാണ് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ വിസ്മയ മോഹൻലാൽ ഓൾറെഡി മാർഷൽ ആർട്സൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. നമുക്ക് ഇതിന് മുന്നേയുള്ള കുറേ വീഡിയോസിലൊക്കെ നമുക്ക് കാണാറുണ്ട്. ഓരോ യോഗയും കളരിയും ഇതൊക്കെ എൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തായാലും ഒരു ആക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് ജൂഡ് ആൻ്റണി ജോസഫും പിന്നെ അഖിൽ കൃഷ്ണ, ലിനീഷ് നെല്ലിക്കൽ 3 പേരും കൂടിയിട്ടാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ പ്രൊഡ്യൂസർ പിന്നെ ഓൾറെഡി ഓഫ് കോഴ്സ് ലാലേട്ടൻ്റെ എല്ലാ പടങ്ങളും ആൻ്റണി പെരുമാർ തന്നെയായിരിക്കും. ഇതിലും അതുതന്നെ. പിന്നെ അടുത്തത് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത് ജോമോൻ ടി ജോൺ, അഖിൽ ജോർജ്, സുദീപ്, ഇവർ 3 പേരാണ്. ടോപ്പ് എഡിറ്റേഴ്സിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു പേരാണ് ചമൻ ചാക്കോയാണ് ഇതിൻ്റെ എഡിറ്റർ. പിന്നെ മ്യൂസിക് ഇപ്പോൾ നമ്പർ 1 മലയാളത്തിലെ ടോപ്പ് ലിസ്റ്റിൽ വന്നിട്ടുള്ള ജേക്സ് ബിജോയാണ് ഇപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇതിൽ പിന്നെ അഭിനയിച്ചിരിക്കുന്നത് വിസ്മയ മോഹൻലാൽ, ആശിഷ് ജോയ് ആൻ്റണി, സായ് കുമാർ, ബോബി കുര്യൻ ഇപ്പോൾ ഒരുവിധമുള്ള എല്ലാ പടത്തിലും എല്ലാ ക്യാരക്ടറും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്. നല്ലൊരു ഇപ്പോൾ പുതിയ വന്നതിൽ നല്ല എടുത്തു പറയാൻ പറ്റുന്ന ഒരു ആക്ടറും കൂടിയാണ്. അത്രയും നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരു ആക്ടറാണ് ഇപ്പോൾ പുതിയ വന്നതിൽ. നല്ല ഒരു നാച്ചുറലായിട്ടുള്ളൊരു അഭിനയം. ഇപ്പോൾ കുറേ പടത്തിൽ നമ്മൾ കണ്ടു, പണി മുതൽ നമ്മൾ കണ്ടു തുടങ്ങിയാണ്. നല്ല അടിപൊളി ആക്ടറാണ്. പിന്നെ അതേപോലെ സായ്കുമാറിൻ്റെ ഇപ്പോൾ ഓൾറെഡി വയ്യാതിരിക്കുകയാണ്. പിന്നെ അതിൽ കുറേ കാലത്തിന് ശേഷം ചിപ്പിയും ഒന്ന് തിരിച്ചു വരുന്നുണ്ട്. പഴയകാല നടി ചിപ്പി അതിൽ ചെറിയ റോളാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഫ്ലാഷ് ബാക്ക് സീൻ തന്നെ ആയിരിക്കും. വിസ്മയ മോഹൻലാലിൻ്റെ അമ്മയായിട്ടൊക്കെ അത് തന്നെ അവൻ ട്രെയിലറും സോങ്ങൊക്കെ നമ്മൾ കണ്ടാണ്. എന്തായാലും ഒരു ഫ്ലാഷ് ബാക്ക് സീനായിരിക്കും. എന്തായാലും ഓഗസ്റ്റ് 7 നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്.